ഒന്നുമില്ലേ? ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഔപചാരികമായിട്ട് ആരംഭിച്ചിരിക്കുന്നു. സദ്യയോടെയാണ് ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചത്. അശ്വിനി ആദ്യമേ സ്ഥലം പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹർഷയുടെ വകയായിരുന്നു ആശംസാ പ്രസംഗം. ഇതാണ് വേദിയിലെ പ്രമുഖർ. കൂളിംഗ് ഗ്ലാസൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ അധ്യക്ഷയുടെ സൂപ്പർ പ്രസംഗമായിരുന്നു. അത് തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ ആ പ്രസംഗത്തിന് ശേഷം കാണികളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ആശംസ പ്രസംഗമായിട്ട് ലിജിൻ്റെ വരവായിരുന്നു. ലിജിൻ മാസമായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ലിജിൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസംഗത്തിന് ശേഷമായിരുന്നു ആ തിരുവാതിരകളി. അങ്ങനെ അശ്വിനി, ഹൃദ്യ, ഹർഷ, ക്രിസ്റ്റീന, പാർവതി, പിന്നെ ഒരു അടിപൊളി ഡാൻസ്. നമ്മുടെ പ്രകാശേട്ടൻ്റെ തുടക്കം. ലിജിനൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ, ജിബിനും ക്രിസ്റ്റീന. പിന്നെ ഇന്ന് ഈ ഒരു ഓണം തൂക്കുമെന്ന മട്ടിലാണ് എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഹർഷയുടെ വരവാണ്. ഹർഷ അങ്ങനെ അശ്വിനി പിറകുന്ന അശ്വിനിയൊക്കെ അവിടെ പിറകിലുണ്ട് എന്തായാലും. ഇനി നമ്മുടെ താരത്തിൻ്റെ വരവാണ്. ഇതാണ് ജോമോൻ്റെ ഡാൻസ്. ഇപ്പോൾ നമ്മുടെ ഷാനുവിൻ്റെ പെർഫോമൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി പെർഫോമൻസ്. ഇനി നമ്മുടെ സന്ദീപേട്ടനെ ആദരിക്കലാണ്. തലൈവർ വാഴുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്ദീപേട്ടനെ ടോപ്പിലാക്കി സന്ദീപേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിക്കുകയാണ് ലക്ഷ്യം. സന്ദീപേട്ടൻ പാടി. സന്ദീപേട്ടൻ്റെ പാട്ട് ആസ്വദിക്കുന്ന ആരാധകരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടുപേരും പുതുമുഖങ്ങളാണ്. ഇവർ അടുത്ത ടീമിലെത്തിയവരാണ്. പിന്നെ പാട്ടാണ്, പൂവേപ്പൊലിയാണ്. പൂവേപ്പൊലി വരുമ്പോൾ മാത്രം നല്ല ഒച്ചയുണ്ടാവും. എങ്കിലും അവർ പാടി. അതാണ് വലിയ കാര്യം. പങ്കെടുക്കുക എന്നതാണ് വലിയ കാര്യം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം